മംഗലം ഡാം കോൺഗ്രസ് കമ്മിറ്റിക്ക് പുതിയ ഓഫീസ് കെട്ടിടമായി. കോൺഗ്രസ് പ്രവർത്തകരുടെയും അനുഭാവികളുടെയും ചിരകാല സ്വപ്നമായിരുന്നു ഓഫീസ് കെട്ടിടം. ബ്ലൂ സ്റ്റാർ ബേക്കറിക്ക് സമീപത്ത് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സുമേഷ് അച്യുതൻ MLA നിർവഹിച്ചു. കഴിഞ്ഞ 10 വർഷവും കേരളം ഭരിച്ച രാഷ്ട്രീയ പാർട്ടി ഭരണചക്രം തിരിക്കുന്ന തിരക്കിൽ അവരുടെ സംഘടനയെ ഇല്ലാതാക്കിയതിന്റെ ഫലമാണ് ഇന്ന് UDF കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അധികാരത്തിലേറി. കോൺഗ്രസ് ആ തെറ്റ് ആവർത്തിക്കില്ല എന്നുള്ളതിന്റെ തെളിവാണ് അധികാരത്തിലേറിയും ഇവിടെ ഒരു പാർട്ടി ഉണ്ടാവണം, പാർട്ടി ഓഫീസ് ഉണ്ടാവണം, അതിലൂടെ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിലേറിയത് ഇവിടെ കോൺഗ്രസ് പാർട്ടിക്ക് അധികാരം കൈയാളാൻ വേണ്ടിയല്ല, ഇവിടെ പാർട്ടി നേതാക്കൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ വേണ്ടിയല്ല. കേരളത്തിലെ പാവപ്പെട്ട സാധാരണക്കാരായ ജനവിഭാഗങ്ങൾക്ക് അവർക്ക് അർഹതപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നേടിക്കൊടുക്കുക, അത് കാലതാമസമില്ലാതെ അവർക്ക് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് UDF അധികാരത്തിലേറിയത്. അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അതിനൊരു കേന്ദ്രമായി ഈ ഓഫീസ് പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ ആമുഖമായി ആശംസിക്കുകയാണ്. അത് ഔപചാരികമായി ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഈ ഓഫീസ് എല്ലാവർക്കും അത്താണിയാണെന്ന് സുമേഷ് അച്യുതൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മംഗലം ഡാം കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് വിജേഷ് അധ്യക്ഷനായ ചടങ്ങിൽ തുടർന്ന് ഓണക്കിറ്റ് വിതരണവും നടത്തി. വിവിധ ബ്ലോക്ക് പ്രസിഡന്റുമാരായ KV കണ്ണൻ, പുല്ലുപാറ രാമകൃഷ്ണൻ, വിവിധ മണ്ഡലം പ്രസിഡന്റുമാരായ C ചന്ദ്രൻ, ഹാരിസ്, നിയോജകമണ്ഡലം കർഷക കോൺഗ്രസ് പ്രസിഡന്റ് K രാമകൃഷ്ണൻ, N അശോകൻ, സുലൈമാൻ, ഷീല മേരി, A മൂസാക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു.